ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ രമയും ഭദ്രനെയും കാണുന്നത് എവിടെ വെച്ചാ? അന്നമ്പലത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി അവരെ കണ്ടപ്പോ എനിക്ക് 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 എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല മോളെ. സംഭവം ഇത്രയേ ഉള്ളൂ. ചിലരുടെ സംശയങ്ങളെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. ഒരു ചെലവില്ലാത്ത പരിപാടിയാ ഇത്. ശരി, എന്നാ കാണാം. ബൈ. നീ കരുതുന്ന പോലെയുള്ള ആൾക്കാരല്ല മോളെ രമയും ഭദ്രനും. അച്ഛൻ അവര് നേരത്തെ അറിയോ? അറിയാം, നല്ല പോലെ അറിയാം മോളെ. ഈ വലിയ ജീവിതമൊക്കെ കിട്ടുന്നതിന് മുൻപ് അവർക്ക് പഴയ മറ്റൊരു ജീവിതം കൂടെയുണ്ട്. അതും മോളറിയണം. ഭദ്രൻ കൊട്ടാരത്തിലെ പഴയ ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം ഭദ്രൻ അവന്റെ സഹോദരിയും കൂട്ടി കൊട്ടാരത്തിലേക്ക് വന്നു. ആരാ? എന്താ വേണ്ടേ? എന്റെ പേര് രമ. ഇത് എന്റെ ചേട്ടൻ ഭദ്രൻ. ഇവിടെ എന്താ വന്നേ? തമ്പുരാനെയും തമ്പുരാട്ടിയും ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഇവിടെ അടുക്കളപ്പണിക്കും പുറംപണിക്കും ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കേട്ടു. അതറിഞ്ഞു വന്നതാ. അല്ല, ഞങ്ങൾ നല്ല പണിക്കാരാ, എന്തു ജോലിയും ചെയ്യും. ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കേ. തമ്പുരാനും തമ്പുരാട്ടി അകത്തുണ്ട്, ചോദിച്ചു നോക്കാം. ഓ ശരി. നിങ്ങളോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. പിന്നെ കയ്യിലുള്ള ഭാണ്ഡക്കെട്ടൊക്കെ ഇവിടെ വെച്ചേക്ക്. ശരി. അങ്ങനെ കൊട്ടാരത്തിൽ രമക്കൊരു ജോലി കൊടുത്തു. പുറംപണിയും അടുക്കള ജോലിയൊക്കെയായി അവൾ അവിടെ കഴിഞ്ഞു. പിന്നെ ഭദ്രനും രമയ്ക്കും സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. പല ആവർത്തി ഞാൻ പറഞ്ഞു വിലക്കിയിട്ടും അവരെ കേട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോ
കൊലപാതകം ഞാൻ നേരിട്ട് കണ്ടെന്ന് മനസ്സിലാക്കി അവർ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷെ കണ്ടത് പുറത്തു പറയാൻ അച്ഛന് പേടിയായിരുന്നു. പിന്നീട് ഒരു സമയത്ത് അവരെ നാട്ടിൽ നിന്ന് പോയി. അതിനുശേഷം ഞാൻ രമയും മിഥുനെയും കാണുന്നത് എവിടെ വെച്ചാ? അന്നമ്പലത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി അവരെ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല മോളെ. കോടതിയില് എല്ലാം നേരിട്ട് പറയാമെന്ന് കരുതിയതാ. പക്ഷെ ഞാനെങ്ങനെ പറഞ്ഞ നിങ്ങളെ അവർ ഉപദ്രവിക്കും. ചിലപ്പോ എന്റെ ജീവന് വരെ ഭീഷണി ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് അച്ഛൻ മിണ്ടാതിരുന്നത്. പിന്നെ മോളെ, ഒരു കാര്യം കൂടി അച്ഛൻ പറയാം. അമ്മായി, ഞങ്ങളങ്ങ് വീട്ടിൽ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. ഇവിടെന്താ പ്രശ്നം? പിന്നെ നിങ്ങൾക്കിവിടെ ബോറടിക്കുവാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. എത്ര സൗകര്യമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീടിന്റെ അത്രയും വരില്ലല്ലോ ഈ വീട്. അതുകൊണ്ട് നിങ്ങൾക്ക് പോണെങ്കിൽ പോകാം. ഞങ്ങൾക്കിഷ്ടം ഇവിടെ നിൽക്കുന്നത് തന്നെയാ. രമ പറഞ്ഞ വാക്കിന്മേല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതാ പോകാനൊരു മടി. ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും. അതിപ്പോ നിങ്ങൾ അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ നടത്തിത്തരും. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല. ധൈര്യമായി നിങ്ങളുടെ വീട്ടിൽ പോയിക്കോ. അമ്മായി വാക്ക് പാലിക്കുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം.